ഈ വീടിന് ഈ ജനൽ ചില്ലൊക്കെ തകർന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ? ജനൽ ചില്ലൊക്കെ തകർന്നു, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറ്റിയോ? അപ്പുറം ഇവിടെ ഇതാ 2 കക്കൂസിൻ്റെ വാതിൽ പോയി, അപ്പുറത്ത് പുറത്തില്ല കക്കൂസും പോയി, ആ വാതിൽ പുറത്ത് പോകുന്ന വാതിൽ പോയി, ഈ 2 ജനലും പോയി. പിന്നെ ഇവരുമായിട്ട് ബാല്യക്കാരായതുകൊണ്ട് നമ്മൾ ഒന്നും അവരോട് വിഷയത്തിനൊന്നിനും പോക്കില്ല. ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടാവും, വണ്ടിയും കൊണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ടാവും. പിന്നെ ആണുങ്ങളല്ലേ, അതുകൊണ്ട് പേടിച്ചിട്ട് ആ റോഡ് നേരത്തെ ഇന്നത്തെ കാലം പേടിയാണ്, എന്തെങ്കിലും ചെയ്തെങ്കിലും എന്ന് വെച്ചിട്ട് നമ്മളൊന്നും പോയില്ല അങ്ങോട്ടൊന്നും. അവരങ്ങനെ അറിയലില്ല. ഒരു തടിച്ച് വെളുത്ത ഒരു മുസ്ലിമാന്ന് തോന്നുന്നു. അയാൾ അധികം ഇതിലേ കൂടി പോകുന്ന ആണലുണ്ട് ഉച്ച സമയത്ത്. ഇന്നലെ ഉച്ചക്കും പോയിനും അയാൾ എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ അവർ മിണ്ടൂല ആരോടും. അവരാടി ഉണ്ടായാലും ഒന്നും അവിടെ പുറത്ത് വെക്കൂല. ഒരു ബനിയനോ ഒരു ഷർട്ടോ വാതിലിൽ എപ്പോൾ അടച്ചിട്ടാണ് ഉണ്ടാവുക. അങ്ങനെയാണ്. അതുകൊണ്ട് അവരുമായിട്ട് അങ്ങനെ ഒരു ഇതുമില്ല നമുക്ക്. അടുത്ത് താമസിക്കുന്നെങ്കിലും ഒന്നും അറിയില്ല അല്ലേ? ഒന്നും അറിയില്ല. പെണ്ണുങ്ങളുണ്ടെങ്കിലേ നമ്മൾ പെണ്ണുങ്ങൾ അവർ വന്ന കാലേ എനിക്ക് സംശയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ കള്ളക്കടത്തുകാരോ അല്ലെങ്കിൽ എന്തോ അവർ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മോനോട് പറയും. മോൻ പറയും, അമ്മമ്മ ഒന്നും മിണ്ടണ്ടേ, അമ്മമ്മ ഒന്നും മിണ്ടണ്ട, നമുക്കെന്നാ വേണ്ട ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ ഇപ്പം സംഭവം ഇതാണ്. ഞെട്ടി എഴുന്നേക്കുവാണോ ചെയ്തേ? രാത്രി 2 മണിക്ക് ഒച്ച വിട്ടു. ഞാൻ വിചാരിച്ചു ഇടി വീണിട്ട് എൻ്റെ വീട് തകർന്നു, അപ്പുറത്ത് താഴെ ഞാൻ നിൽക്കുന്നു. എൻ്റെ വീട് പോയപ്പാന്നും പറഞ്ഞിട്ടാണ് ഞാൻ എണീറ്റ് പുറത്ത് വന്നിന്. അപ്പോൾ ജനലിൽ വരവരേ അതിൻ്റെ ഗ്ലാസും പൊട്ടി വീഴുന്നത് ഞാൻ അറിയുന്നു. ഞാൻ മോളോട് പറഞ്ഞു വീട് പോയിന്ന് തോന്നുന്നു അപ്പാന്ന് പറഞ്ഞിട്ട് എണീറ്റ് ഓള് ടോർച്ചെടുത്ത് എണീറ്റ് അപ്പുറം പുറത്ത് പോയി ആത്തല്ല ഉള്ളിലെല്ലാം അടിച്ച് നോക്കി ലൈറ്റ് വിട്ട്. അപ്പോൾ ഉള്ളിലൊന്നും ഇത് കാണുന്നില്ല. അപ്പോൾ മോളെ ഭർത്താവ് ഇപ്പുറം പുറത്ത് ഓന് സൂലായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഓൻ എണീറ്റിട്ട് പറഞ്ഞ് എലിയാന്ന് തോന്നുന്നു. അപ്പോൾ ഓൻ കക്കൂസിൻ്റെ വാതിൽ അത് അങ്ങോട്ട് ചായയോ എന്തോ ചെയ്തിന്. ഇപ്പുറം ഇവൻ കിടക്കുന്നകത്ത് കുറേ പൊടിയെല്ലാം വീണിന്, ഈ സിമെൻറ്റിൻ്റെ പൊടിയെല്ലാം. എന്നിട്ട് എലിയാന്നാണ് ഓൻ പറയുന്നത്. ഞാൻ പറഞ്ഞു എലിയൊന്നല്ല, ഒന്നിക്ക് പിന്നെ ഇടി വീണത് അല്ലെങ്കിൽ ബോംബ് പൊട്ടിച്ച. അപ്പോൾ ശരിക്കും പുറത്ത് കഴിഞ്ഞ് ഇപ്പുറം വരുമ്പോഴത്തേക്ക് മരുന്ന് പൊട്ടിയ മണമുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നുമല്ല, ഇത് ആരോ ബോംബ് ഇട്ടതാണെന്നും പറഞ്ഞിട്ട് നമ്മളിപ്പുറമെല്ലാം വന്ന്. അപ്പോൾ ഇവർ നമ്മളെ വിളിക്കുന്നു, അമ്മമ്മയെ ഒന്ന് ഇങ്ങോട്ട് വാ, അമ്മയെ ഇങ്ങനെയെല്ലാം ഇവിടെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇവിടെ സംഭവം ഇങ്ങനെ. ഇപ്പുറം വരാൻ കഴിയില്ല, ചില്ലായിട്ട് നമ്മൾ ഇവിടുന്ന് അടിച്ച് അങ്ങോട്ടാക്കുക. ഒന്നും അറിയില്ല. മക്കളെല്ലാം വീട് കിടന്നിന്, പക്ഷേ അവർക്ക് ഒന്നും സംഭവിക്കാതുകൊണ്ട് ഒരിതെന്ന് വിചാരിക്കാം. ഈ 2 പേരുടെ പെരുമാറ്റത്തിലെ സംശയങ്ങൾ പറഞ്ഞല്ലോ, വേറെ എന്തൊക്കെയായിരുന്നു നമുക്ക് പറയാൻ പറ്റുക അവരെ കുറിച്ച്? വേറെ അവരെ പറ്റിയിട്ട് നമുക്കൊന്നും അറിയില്ല. അവരൊരു കൊല്ലായി നിൽക്കുന്നു. പിന്നെ ഇവിടെ നിൽക്കുന്നവർ, ആദ്യം ഇവിടെ നിന്നിട്ട് പോയവർ നമ്മളോട് അത്ര വലിയ സൗഹൃദമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ വീടെടുക്കുന്ന സമയം ഈ റോഡിന് വേണ്ടിയിട്ട് നമ്മൾ അവരുമായിട്ട് പ്രശ്നം ഉണ്ടായിന്. അപ്പം നമ്മൾക്കും അവർക്കും ഇല്ല സ്ഥലമാണ്. അവർ പറഞ്ഞു ഇത് തേച്ച് നമ്മളെ സ്ഥലമാണെന്നും പറഞ്ഞിട്ട് ഓനെന്തെല്ലോ തർക്കാക്കിയിട്ട് അതിനെ പറ്റിയിട്ട് പിന്നെ നമ്മളിൽ പോകില്ല. അതുകൊണ്ട് ഒന്നും അതിനെപ്പറ്റി അറിയില്ല.